ഹലോ പാറൂസാണ്. സുഖമല്ല എല്ലാവർക്കും. ഞാനേ കുറേ പേരുടെ ഒരു സംശയം തീർക്കാൻ വന്നതാണ്. കുറച്ച് പേര് ചോദിച്ചു ഈ കുപ്പിയിൽ എങ്ങനെയാണ് ചീര വളർത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വിത്തിട്ട് മുളപ്പിക്കാനല്ല കേട്ടോ, മുളച്ച ചീരയാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ വെച്ച ഒരു ചീര വെച്ച ഇതാണ്. അപ്പോൾ ഞാനത് കളയില്ല. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് എടുത്ത് വയ്ക്കാം നമുക്ക്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ അത് രണ്ടെണ്ണത്തിൽ നന്നിട്ടുണ്ട്. ഇത്രയും കട്ട് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഈ ഇലയൊക്കെ ഉണ്ടല്ലോ, ഉണക്കില ഒക്കെ നന്നായിട്ട് എന്താ പറയുക, ഇനി നല്ലോണം തള്ളി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇലയാകുമ്പോഴേ താന്നു പോവേ. അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് തള്ളി വെച്ച് നല്ലോണം ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൽ ഞാൻ ഇലയും പച്ചക്കറിയുടെ വേസ്റ്റും ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചീര ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. ചീര അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം ഇപ്പം ഞാൻ ഗ്രോ ബാഗിലല്ല, അപ്പോൾ ഞാൻ ഒരു 5 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ സംശയം തീർക്കാൻ വേണ്ടിയിട്ടോ. ഞാൻ അത്ര വലിയ കൃഷി ചെയ്യുന്ന ആളൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു ചെറിയ ബുദ്ധിക്ക് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് ഏറ്റെടുക്കുക. 2 3 4 5 5എണ്ണമല്ലേ ഉള്ളൂ. 2 4 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം എടുക്കാം. ചെയ്ത് നോക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് കളിയാക്കാൻ നോക്കണ്ട. പിന്നെ എൻ്റെ ചീര ഇപ്രാവശ്യം എന്താണെന്നല്ല ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ കുത്തു വരുന്നുണ്ട്. അതെന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഒരു കേടിൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അത് വെയിലത്തേക്ക് എടുത്ത് വെച്ചാണ്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ചീര ഒന്നും വലുതാവുമെന്ന് കണ്ടില്ല എന്ന്. ഈ ചകിരിച്ചോറിലും ഇലയിലും വെച്ച എന്തുകൊണ്ട് വലുതാവുന്നില്ല? അതെ കണ്ടോ, നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇലയ്ക്കൊക്കെ കണ്ടോ, നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് കുറേയൊക്കെ നുള്ളി കളഞ്ഞു ഞാൻ. ഇതിപ്പോൾ വെച്ചാണ്, ഇത് പഴയതാണ്, ഇത് ഞാൻ കുറേ എടുത്താണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ല വലിപ്പമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നല്ല വലിപ്പമുണ്ട്. ഇതൊക്കെ ഇന്നലെ വെച്ചതാണ്. ഇതൊക്കെ ഇത് സുന്ദരി ചീരയാണ്. അപ്പോൾ എന്താ പറയുക, ചകിരിച്ചോറിലും ഉണക്കയിലയും കരിയില ഇട്ട് വെച്ചാൽ ഉണ്ടാവില്ല. നിങ്ങളോട് ആരാ പറഞ്ഞേ? നന്നായിട്ടുണ്ടാവും കണ്ടോ. നമുക്ക് ഇലയ്ക്കൊക്കെ എന്താ ഒരു ഇത് നോക്ക് കണ്ടോ. പയറിൻ്റെ ഇലയൊക്കെ ഞാൻ കുറേ അങ്ങ് എടുത്ത് കളഞ്ഞു, കാട് പിടിച്ചിരിക്കുകയാണ്. അതുപോലെ ഇതൊക്കെ ഉണക്കലയാണ് ഇതിലിട്ടിരിക്കുന്നത് കണ്ടോ. ഇതിൽ മുകളിൽ മാത്രം ചകിരിച്ചോറും ചാണകമൊക്കെ ഇട്ട് കണ്ടോ. കായ പിടിച്ചണോ, ഇതെവിടെയൊക്കെ കായ നിൽക്കണുണ്ടോ. ഒന്നും ഇല്ലയെന്ന് പറയരുത്, അതൊക്കെ ഉണ്ടാവും. പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ പയറ് കണ്ടോ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, നിറച്ച് മുട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചീര വെക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ ഞാൻ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. തണലത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. നല്ല വെയിൽ അല്ലേ, ടെറസിൻ്റെ മുകളിൽ ഭയങ്കര വെയിലല്ലേ. അപ്പോൾ ഇത് തണലത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇന്നലെ ബിസ്ക്കറ്റ് കഴിച്ചാണ്, തോട്ടത്തിൽ വന്നിരുന്നിട്ടാണ് ബിസ്ക്കറ്റ് കഴിക്കലും ചായ കുടിക്കലൊക്കെ. ഞാൻ എപ്പോഴും വൈകുന്നേരം നേരത്താണ് ഞാൻ ചെടി വെക്കാറ്. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ടെറസിൻ്റെ ഇപ്പോൾ വന്ന് വെക്കണത്. അപ്പോൾ എടുക്കട്ടെ കേട്ടോ. മക്കളെ വേഗം ഉണ്ടായിക്കോളൂ കേട്ടോ. സംശയമുള്ളവർക്കൊക്കെ സംശയം തീർത്ത് കൊടുക്കണ്ടേ. ഞാനിങ്ങനെ ഇവരോടൊക്കെ വർത്തമാനം പറയുവേ. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ സംസാരിക്കാറില്ലേ, സംസാരിച്ചിട്ട് കഥയൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ, അതുപോലെ ഇവരോടും പറഞ്ഞു കൊടുക്കണമെന്നേ. എന്നാലേ ഇവർ നല്ല നമുക്ക് ഫലങ്ങളൊക്കെ തരുള്ളൂ. അല്ല ഞാൻ നുണ പറയുകയാണോ, തമാശ പറയുകയല്ല. നിങ്ങളൊന്ന് ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച് ഇവരെ കൂടത്തിൽ കുറച്ച് പേരൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ നോക്കി നോക്ക് കേട്ടോ. കുറച്ച് സമയം ഇനിയിപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇത് വളരുന്ന വളർച്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ്. ഇത് കണ്ട, ഇത് കോളിഫ്ലവർ ആണോ സംശയം. എനിക്ക് അതിൻ്റെ പേര് കണ്ടില്ല, കോളിഫ്ലവർ ആണോ ക്യാബേജ് ആണോ എന്നറിയില്ല. കുറച്ച് വലുതായിട്ട് വേണം മാറ്റി വയ്ക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇതൊക്കെയാണ്. ഇത് എന്താണെന്നറിയോ, ഇത് മറ്റേ കപ്പലണ്ടി. ഓക്കെ, ഇത് ഡാലിയ കേട്ടോ. ഇത് പൂവൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ.
എൻ്റെ കുറ്റിക്കുരുമുളകിൻ്റെ രണ്ടാമത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇതൊക്കെയാണ്. താങ്ക് യു സോ മച്ച്.